ഹായ്, NFBI കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആയിട്ടുള്ള ഇന്ന് നമ്മൾ ഞങ്ങളുടെ ഡീലേഴ്സും സബ് ഡീലേഴ്സും ഒക്കെ ആയിട്ട് ഫാക്ടറിയിലേക്കുള്ള ഒരു മനോഹരമായിട്ടുള്ള യാത്രയിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു. ഇന്ന് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് തീർച്ചയായിട്ടും NFBIക്ക് എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, കേരളത്തിൽ ഫാക്ടറിയുള്ള ഒരേ ഒരു കമ്പനിയാണ് ഇലക്ട്രിക് സൈക്കിൾ, ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്ത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പല സ്ഥലത്ത് നിന്നുള്ള ആളുകൾ, ആലപ്പുഴ, അതോടൊപ്പം തന്നെ ഗുരുവായൂർ, കാസർഗോഡ് ഒക്കെ ഉള്ള പല ആളുകളും ഇന്ന് ഈ ട്രെയിനിങ്ങിലുണ്ട്. സോ നമുക്ക് ഓരോ ആളുകളോടും നമുക്ക് നോക്കാം. നമ്മുടെ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്, അവർ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പ്രൊഡക്റ്റ് സൈക്കിളും സ്കൂട്ടറും കാര്യങ്ങളെല്ലാം കണ്ടു. അതിൻ്റെ പാർട്സുകളെല്ലാം ആണ്, അതെല്ലാം ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അവിടെ പോയി ഇതെല്ലാം കണ്ട് പഠിച്ച് ഇതെല്ലാം ചെയ്യണം, എങ്ങനെയാണ് വളരെ എക്സൈറ്റഡ് ആണ് സാർ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ സർവീസ് കൊണ്ടുവരാനുള്ള പ്ലാൻ അല്ലേ? പഠിച്ചു കഴിഞ്ഞാൽ സർവീസ് സെന്റർ വളരെ പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ആലപ്പുഴ സർവീസ് സെന്റർ വരാൻ വേണ്ടി പോവാണ്. വണ്ടീനെ പറ്റി കുറെ കാര്യങ്ങൾ ഇന്നലെ അറിയാൻ പറ്റി. അതിന്റെ കാര്യങ്ങളും സ്പെക്കുകളും ഒക്കെ കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഫാക്ടറി നമ്മുടെ കൊണ്ടോട്ടി എക്കപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫാക്ടറി ഉള്ളത്. അപ്പം ആ ഫാക്ടറിയിലേക്കുള്ള യാത്രയാണ്. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതിന് മുന്നേ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫാക്ടറിയിൽ പോയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ് അബി ബ്രോ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു അബി. എന്താണ് ബ്രോയ്ക്ക് പറയാനുള്ളത്? ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, എല്ലാം കണ്ടുപിടിക്കണം. ശരി, പുതിയ സ്പെക്കൊക്കെ നോക്കി വെക്കണം. ഓക്കെ, മെയിനായിട്ട് കാര്യങ്ങൾ ഓക്കെ, മനസ്സിലാക്കണമെന്നാണ്. ശരി. ഇന്നലെ മോഡലും അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് കളർ ഓപ്ഷൻസ് ഒക്കെ കണ്ടു. അതൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി നേരിട്ട് കാണാൻ വേണ്ടി പോവാണ് നമ്മള്. ഓക്കെ, താങ്ക് യു. ഇനി നമ്മുടെ NFBIയിൽ നമ്മുടെ പുതിയ കോർപ്പറേറ്റ് സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ സഞ്ജു സാർ. വളരെ എക്സൈറ്റഡ് ആണ് സാർ. ഇന്നലെ നമുക്ക് അത് ടെക്നിക്കലായിട്ട് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷെ അത് നേരിട്ട് കണ്ട് പഠിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ അത് നേരിട്ട് കണ്ട് അതിൻ്റെ സ്പെക്കുകൾ എന്താണെന്നും അതിൻ്റെ നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡെപ്ത് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് നേരിട്ട് കണ്ട് പഠിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും. അപ്പം എക്സൈറ്റഡ് ആണ്. ഒരുപാട് മോഡൽസ് ഉണ്ട്. ചാണ്ടി ഉമ്മൻ സാർ ഓടിച്ച ആ സൈക്കിളെല്ലാം നേരിട്ട് കാണാനുള്ളൊരു വലിയൊരു പ്രിവിലേജ് ആയിട്ട് കാണുന്നു. ഓക്കെ സഞ്ജു സാർ, താങ്ക് യു. ഇനി നമ്മുടെ എന്താ പറയുക, എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ബിസിനസ്സിലേക്ക് സ്ത്രീകൾ എൻ്റർ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ബിസിനസ്സിൻ്റെ ഒരു യഥാർത്ഥ സക്സസ് എന്ന് പറയുന്നത്. നമ്മുടെ ആലപ്പുഴ നമ്മുടെ ഡീലർഷിപ്പിൻ്റെ ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഒരു വെക്കേഷൻ മൂഡിലാണ് അല്ലേ? മോനും മോളൊക്കെ ഒരു വെക്കേഷൻ മൂഡിലാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഫാമിലി ആയിട്ട് ഈ ഒരു ട്രെയിനിങ്ങിന് വന്നതിന്. അപ്പോൾ മോക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ, ശരിയാണ്. ഓക്കെ, എന്താ പറയുക മാഡം, എന്താ പറയാനുള്ളത്? യെസ്, മാഡം ഒരു തവണ ഫാക്ടറി വിസിറ്റ് ചെയ്ത ആളാണ്. എന്നാലും നമുക്കത് കാണാമല്ലോ. ഓക്കെ, ഇത്ര ആളുകളുടെ കൂടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലേ, പ്രായഭേദമന്യേ മക്കളുടെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, എന്താ പറയുക, സഹോദരന്മാരുടെ പ്രായത്തിലുള്ള ആളുകളുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു മാം, താങ്ക് യു. ശരി, അടുത്തതായിട്ട് ശരിക്കും ഇന്നലത്തെ നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മളെ ഞെട്ടിച്ച ഋതു ഇന്നിപ്പോൾ ഗിഫ്റ്റ് ഒക്കെ അച്ചീവ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻസിനൊക്കെ കറക്റ്റ് ആൻസർ ചെയ്ത് ഋതു ഗിഫ്റ്റ് അച്ചീവ് ചെയ്തു. ഋതു JSI വെഞ്ചേഴ്സിന്റെ മാനേജറാണ്. ഋതു, എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ നമുക്കാണ് ഒരു ഷോറൂം മാനുഫാക്ചറിങ് കമ്പനി ഉള്ളതെന്ന് ഓർക്കുമ്പോൾ നല്ലൊരു അഭിമാനമുണ്ട്. അതുപോലെ തന്നെ അത് കാണാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ ഇന്നലത്തെ സെക്ഷൻ തന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അതോട് ചേർത്താണ് ഞാൻ ഇന്നുകൂടി ഈ ടീമിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ താങ്ക് യു. ഓക്കെ, താങ്ക് യു ഋതു, താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ കൂടെ NFBIയുടെ കരുത്തരായ രണ്ട് സാരഥികൾ, NFBIയുടെ റീജിയണൽ സെയിൽസ് ഹെഡ് ഷിജിൻ സാർ ആൻഡ് AGM അനന്തകൃഷ്ണൻ സാർ, രണ്ടുപേരും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ AGMന് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അനന്തകൃഷ്ണൻ സാർ, എങ്ങനെ കാണുന്നു നമ്മളെ ടെക്നിക്കൽ ഡേ ബൈ ഡേ NFBI വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടെക്നിക്കൽ ട്രെയിനിങ് നമ്മളൊരു വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ ഓണായിട്ട് നമ്മൾ ആ ഫാക്ടറിയിലേക്കുള്ള യാത്ര പോകുന്ന എനിക്കിപ്പോൾ തോന്നുന്നു നമ്മുടെ ഈ സിനിമാ നടന്മാരൊക്കെ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുന്ന മാതിരി ഒരു ഫീൽ എനിക്ക് വരികയാണ് സത്യം പറയുകയാണെങ്കിൽ. സാറിന് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് പബ്ലിക് ഷോസിനൊക്കെ പോകാനല്ലേ, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇതിലുള്ളത്. എനിവേ ഇത്രയും ആൾക്കാരെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുക, പ്ലസ് രണ്ടാമത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തുടങ്ങിയോടത്തിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വലിയ ഉയരങ്ങളിലാണുള്ളത്. സ്വന്തം ഫാക്ടറിയിലേക്കാണ് നമ്മൾ അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു AGM, താങ്ക് യു സോ മച്ച്. ദെൻ നമ്മുടെ എന്താ പറയുക, എപ്പോഴും ഒരു കപ്പിത്താൻ ഉണ്ടാവും അല്ലേ? ഈ ഒരു കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ട് സർ എന്ന് പറയുമ്പോൾ ഒരു കപ്പിത്താൻ ഉണ്ടാവും ഏതൊരു സംരംഭത്തിനും. തീർച്ചയായിട്ടും സെയിൽസിൽ ഇന്ന് NFBA അനന്തകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണക്കാരനാണ് നമ്മുടെ ഷിജിൻ സാർ. സെയിൽസ് ഭംഗിയായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സാറിന് എന്താ പറയാനുള്ളത് പ്ലീസ്? ഇപ്പോൾ കമ്പനി ഇപ്പോൾ നമ്മൾ ഈ ഒരു നിമിഷം വളരെ സന്തോഷമാണ്. എന്താ വെച്ചാൽ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മൾ ഒന്നെന്ന് തുടങ്ങിയതാണ്. അന്ന് നമ്മൾ ഒരു 4 ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കമ്പനിയിലൂടെ 68 ഷോറൂമുള്ള ഒരു കമ്പനിയായി മാറി. വളരെ കമ്പനീൻ്റെ വളർച്ച തന്നെയാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ലൊരു വണ്ടിയിലൊക്കെ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വിഷയം. എന്തായാലും എല്ലാവിധ ആശംസകളും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന. താങ്ക് യു. അപ്പോൾ ഇനി ഫാക്ടറി വീഡിയോസും ഫാക്ടറി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.